പാഠശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേറെ കുറേ ചിഹ്നങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. യ, റ, ല, വ എന്നീ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ചേർത്ത് പഠിക്കാനുണ്ട്. ഇത് ആഴത്തിൽ പഠിക്കാനുണ്ട്, നമ്മൾ കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാനും അതുപോലെ വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തും മലയാളത്തിൽ എഴുതാനും വായിക്കുവാനുള്ള കഴിവ് കിട്ടും. ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ സ്കൂളിലേക്ക് പോകുക. അവിടെ ഞാനുണ്ട്. ഓക്കെ. യാ, റ, ല, വ ഈ 4 അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. യായുടെ ചിഹ്നമാണ് ഇത്. യായുടെ ചിഹ്നമാണ് ഇത്. ഇതാണ് ഇറുവിൻ്റെ ചിഹ്നമാണ്. തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് യായുടെ ചിഹ്നമാണ്. ഇത് ഇറു, കൃ, തൃ ഇതിൻ്റെ ചിഹ്നമാണ്. ഇതിൻ്റെ ചിഹ്നമാണ് ഇത്. ഇത് യായുടെ ചിഹ്നമാണ്. മറന്നു പോകരുത്. യായുടെ ചിഹ്നം കണ്ടല്ലോ. നമുക്ക് അക്ഷരം എഴുതി നോക്കാം. യ, റ, ല, വ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യ, റ, ല, വ എന്നീ അക്ഷരങ്ങൾക്കും ചിഹ്നം മലയാളത്തിലുണ്ട്. അത് നമുക്ക് പഠിക്കാം. ആദ്യം യായുടെ ചിഹ്നം നോക്കാം. ഇതാണ് യായുടെ ചിഹ്നം. കാവ്യം. വായുടെ അടിക്ക് യ വന്ന വ്യ വ്യ. കാവ്യം. നവ്യം. ചുറ്റുകെട്ടി വച്ചില്ല, അത്രയും മാത്രമേ വരത്തുള്ളൂ. നവ്യം പുതിയത്. ന്യായം, ത്യാഗം, സത്യം, മിഥ്യ, ധന്യം, രമ്യ, ഗ്യാസ്, വാക്യം, ജ്യോതി, സാധ്യം, സദ്യ, ശ്യാമള, സസ്യം, സഭ്യം. ചോദിക്കണം അടുത്ത് സഭ്യം, ഹൃദ്യം, ഹൃദ്യം. ഇത് ഇറുവിൻ്റെ ചിഹ്നമാണ്. ഇത് യായുടെ ചിഹ്നമാണ്. ഹൃദ്യം. വരാൻ കൊള്ളാവുന്ന എല്ലാ വാക്കുകളും ഇവിടെ എഴുതി വെച്ചേക്കണം. ഇത്രയും ബാഹുല്യമായത് നിങ്ങൾ നോക്കാം. കാവ്യം. വായനടിക്കാവുന്ന വ്യ പൂജ്യട്ട വ്യം. കാവ്യം. നവ്യം. വായനടിക്കാവുന്ന വ്യ പൂജ്യട്ട വ്യം. നവ്യം. ന എന്ന അക്ഷരത്തിന് അടിക്കാവുന്ന ന്യ ദീർഘട്ട ന്യായം. ന്യായം. ത്യാഗം. സത്യം. താഴെ അടിക്കാവുന്നു ത്യ പൂജ്യട്ടം ത്യം. അതുപോലെ താഴെ അടിക്കാവുന്ന ത്യ ദീർഘട്ട ത്യാഗ പൂജ്യട്ടു ഗം. ത്യാഗം. സത്യം. മിഥ്യ. കഥയുടെ താഴെ അതിൻ്റെ അടിക്ക് യാവുന്ന ധ്യ. മിഥ്യ. മിഥ്യ. ധന്യം. നായ അടിക്ക് യാവുന്നു ന്യ പൂജ്യയുടെ ന്യം. ധന്യം. മായ അടിക്ക് യാവുന്ന മ്യ. രമ്യ. ഗായനടിക്ക് യാവുന്ന ദീർഘപദം ഗ്യാസ്. ഗ്യാസ്. കായനടിക്ക് യാവുന്ന ക്യ പൂജ്യപദം ക്യം. വാക്യം.
ജ്യോതി ജായടിക്ക് ഇവിടെ ദീർഘം വന്നുകൊണ്ട് കെട്ടുപുള്ളി ദീർഘം ജ്യോതി സാധ്യം സാധ്യം ധാരടിക്കാവുന്ന ധ്യ പൂച്ചോട്ടപ്പം ധ്യം സാധ്യം അടുത്തൊക്കെ സാ ദ്യ ധായടിക്കാവുന്ന ദ്യ സദ്യ ശായടിക്കാവുന്ന ശ്യാ ദീർഘം വന്നു ശ്യാമള ശ്യാമള സസ്യം സായടിക്കാവുന്ന സ്യ പൂജ്യമതം സ്യം സസ്യം സയൻസിലൊക്കെ ഒരുപാടുണ്ട് സസ്യം സസ്യം എന്നൊക്കെ എഴുതാനുണ്ട് സസ്യം സഭ്യം ഭായടിക്കാവുന്ന ഭ്യ സഭ്യം സഭ്യം ഹൃ ഈറിന്റെ ചിഹ്നമാണിത് ഹൃ ധായടിക്കാവുന്ന ദ്യ പൂജ്യം വന്നു ഹൃദ്യം ഹൃദ്യം ശ്രദ്ധിക്കുക ഒന്നുകൂടെ കാവ്യം നവ്യം നവ്യം ന്യായം ന്യായം ത്യാഗം ത്യാഗം സത്യം സത്യം മിഥ്യ ധായടിക്ക് ജാവുന്നു മിഥ്യ ധന്യം ധന്യം രമ്യ രമ്യ ഗ്യാസ് ഗ്യാസ് വാക്യം വാക്യം ജ്യോതി ജ്യോതി സാധ്യം സാധ്യം സദ്യ സദ്യ ശ്യാമള ശ്യാമള സസ്യം സസ്യം സഭ്യം സഭ്യം ഹൃദ്യം ഹൃദ്യം അപ്പം യായുടെ ചിഹ്നം കണ്ടല്ലോ ഏതൊരു അക്ഷരത്തിൻ്റെ അടിക്ക് ഇങ്ങനെ ഒരു വലിയൊരു ചിഹ്നം വന്നാൽ യാ എന്ന് വായിക്കണം കാവ്യം നവ്യം ന്യായം ത്യാഗം സത്യം മിഥ്യ ധന്യം രമ്യ ഗ്യാസ് വാക്യം ജ്യോതി സാധ്യം സദ്യ ശ്യാമള സസ്യം സഭ്യം ഹൃദ്യം വരാനുള്ള വാക്കുകളെല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു ഇനി തെറ്റിപ്പോകരുത് ഇനി യാ കഴിഞ്ഞ് റ നോക്കാം റ റ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നമ്മൾ യായുടെ ചിഹ്നം പഠിച്ചു കഴിഞ്ഞു ഇനി റായുടെ ചിഹ്നമാണ് ഏതൊരു അക്ഷരത്തിൻ്റെ കൂടെ റാ ചേർന്നോ ആ അക്ഷരത്തിന് ഒരു ചിഹ്നം കൊടുക്കാറുണ്ട് ഇപ്പോൾ ക് പ്ലസ് സമം കായ എഴുതിയിട്ട് മുൻ ആദ്യം സി എഴുതിയാൽ റായായി ത് പ്ലസ് റാ ത് പ്ലസ് റാ ത്ര പ്ലസ് റാ പ്ര ല പ്ലസ് റാ ലറ ഗ പ്ലസ് റാ ഗ്ര ഇങ്ങനെ പോകുന്നു അക്ഷരത്തിന് മുൻപേ ഒരു സി ഇട്ട് കൊടുത്താൽ മാത്രം മതി അതൊക്കെ വളരെ എളുപ്പം മറന്നു വായിക്കാൻ എളുപ്പം ചെയ്യാനും മറന്നു പോവാതിരിക്കാനും ഇവിടെ ഏതൊരു അക്ഷരത്തിന് മുമ്പിൽ ഇങ്ങനെ സി പോലെ ഒരു ചിഹ്നമുണ്ടോ ആ അക്ഷരത്തിനെ റാ ചേർത്ത് വായിക്കും ക് റ ക്ര ത് റ ത്ര പ് റ പ്ര ല് റ ദ്ര ഗ റ ഗ്ര ഇങ്ങനെ പോകുന്നു റായുടെ ചിഹ്നം നമുക്ക് അതിൻ്റെ വാക്കുകൾ പഠിക്കാൻ കൂടുതൽ വാക്കുകൾ പഠിക്കാൻ ഒന്നുകൂടെ മനസ്സിലാവും അടുത്തത് വാക്കുകളാണ് ഇപ്പൊ ക്രായായി മോ ക്രമം 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 ഗൃഹം ഗൃഹം
ഗ്രാമം. ഗ്രാമം. നമ്മൾ ഗ്രാമം എന്ന് പറഞ്ഞില്ലേ, 5 ഗ്രാം 10 ഗ്രാം, ഇത് ഗ്രാം എന്ന് പറയുന്നത് ഗ്രാമം. ഗ്രാമം. വാ ജായടി റായുണ്യാൽ വജ്രം. 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 അടുത്തത് ത്രാണി. ത്രാണി. ത്രാസ്. രുദ്ര. അതായത് ഇവിടെ റാവുന്നു രുദ്ര. ഭദ്ര. ഭദ്ര. ചേർത്തെഴുതാം. ഭദ്ര. ബ്രാഹ്മണൻ. 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 ഭ്രമരം. ഭ്രമരം. ഭ്രമണം. ഭ്രമണം. വ്രണം. വ്രണം. വ്രതം. വ്രതം. നോക്കിയേ, ക്രമം. ക്രമം. ഗ്രഹം. ഗ്രഹം. ഗ്രാമം. ഗ്രാമം. ഗ്രാം. വജ്രം. വജ്രം. ത്രാണി. ത്രാണി. ത്രാസ്. ത്രാസ്. രുദ്ര. രുദ്ര. ഭദ്ര. ഭദ്ര. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ. ഭ്രമരം. ഭ്രമരം. ഭ്രമണം. ഭ്രമണം. വ്രണം. വ്രണം. വൃത്തം. വൃത്തം. ഇപ്പം ഏതൊരു അക്ഷരത്തിന് മുമ്പിൽ ഇങ്ങനെ സി പോലെ ഒരു ചിഹ്നമുണ്ടോ ആ അക്ഷരത്തിലെ റാ ചേർത്ത് വായിക്കും. ഇതുകൂടെ വായിക്കാം. ക്രമം. ഗ്രഹം. ഗ്രാമം. ഗ്രാം. വജ്രം. ത്രാണി. ത്രാസ്. രുദ്ര. ഭദ്ര. ബ്രാഹ്മണൻ. ഭ്രമരം. ഭ്രമണം. വ്രണം. വ്രതം. ഇനി ആ ഒരു കാര്യം രാത്രി പത്രം. രാത്രി. പത്രം. ചിത്രം. ചിത്രം. രാത്രി. പത്രം. ചിത്രം. പത്രം. ചിത്രം. ക്രമം. ഗ്രഹം. ഗ്രാമം. ഗ്രാം. വജ്രം. ത്രാണി. ത്രാസ്. രുദ്ര. ഭദ്ര. ബ്രാഹ്മണൻ. ഭ്രമരം. ഭ്രമണം. വ്രണം. വ്രതം. രാത്രി. പത്രം. ചിത്രം. ചക്രമൊക്കെ എഴുതാം. ചക്രം. വ്യാഘ്രം. വ്യാഘ്രം. സ്ഥലമില്ല. ചക്രം. ഓക്കെ, നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് ല പഠിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം, നമുക്കൊന്ന് പരിഹരിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, മറന്നുപോയല്ലേ. ബൈ.